രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത്. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണമോഷണം ഉന്നതരായ CPM നേതാക്കൾ അതിൽ പങ്കാളികളാണ്. ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും CPM എടുത്തിട്ടില്ല. അവരെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ്. ME ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഗവൺമെന്റ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു. പക്ഷേ SITയുടെ മീതെ SIT നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത്, എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി. കുറച്ചു ദിവസം കൊണ്ട് നീട്ടിവെക്കാം. ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 20-ൽ 18 സീറ്റും ലഭിച്ചതാണ്. ഈ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്. പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കോർപ്പറേഷൻ ഉറപ്പായിട്ട് ജയിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജുണ്ട് UDFന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രുചിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ വരും. ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും. ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും. എല്ലാ രംഗത്തും UDFന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ്. കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് CPM ആണ്. CPM ആണ് പ്രതിരോധത്തിലായത്. CPM ഇത് അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു. അതിലേം തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിലും. കാരണം ആ വിഷയത്തിൽ അവർ പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ല. അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല, ഞങ്ങൾ ആ കൈ വിട്ടു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.